ഫിഫ്ത്തിലല്ലേ കണ്ട നോ റിയർ വീൽ ലോക്കിങ്. ഫിഫ്ത്തിന് സെക്കൻഡിലോട്ട് ഇട്ടിട്ടും കൂടി അടിപൊളി കോമ്പോഷർ. ആ വണ്ടി അത് ഹോൾഡ് ചെയ്ത് ലൈൻ ഹോൾഡ് ചെയ്ത് പോയ കണ്ടില്ലേ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള ദ ബ്രാൻഡ് ന്യൂ 2024 ബജാജ് പൾസർ 200 NS ആണ്. കുറേ ചേഞ്ചസ് ഓവർ ദ ഇയേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ബേസിക്കലി ദ സെയിം മോട്ടോർ സൈക്കിൾ. അതിൻ്റെ പ്രത്യേകതയൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേ കണ്ടില്ലേ, ഇടി മിന്നൽ ചിഹ്നങ്ങളാണ് കൊടുത്ത DRLs കൊടുത്തിരിക്കുന്നത്. അതാണ് വന്നിരിക്കുന്നത് മേജർ ചേഞ്ച്. പിന്നെ കണ്ടില്ലേ, അത് ഓൾവേസ് റണ്ണിങ് ആണ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആയി കൊടുത്തേക്ക്. ഭയങ്കര കുറച്ച് ഇപ്പോൾ ലോ ലൈറ്റ് ആകുമ്പോഴേക്കും നല്ല വിസിബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്ന. LED ഹെഡ്ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്ന. ഇതൊക്കെ 33 mm ചെറിയ അപ്സൈഡ് ഡൗൺ ഫോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂക്ക് 390 കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 43 mm. ഈ ഇന്നർ ട്യൂബ് ഈ സ്റ്റാൻഷൻ്റെ സൈസാണ് കേട്ടോ, ഡയമീറ്ററാണ് പറയുന്ന 33 mm. 3.3 cm കൂട്ടി അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കൊടുത്തത്. 300 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റൽ ഡിസ്ക് ആയിരുന്നു. ഇപ്പോൾ പെറ്റൽ മാറ്റി അത് N250 ഒരു പെറ്റലാണ് കൊടുത്തത്. NSന് സാധാ റോട്ടറാണ് കൊടുത്തത്. ആ പെറ്റൽ ഡിസ്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഗ്രൈമെക്കയുടെ കാലിപ്പേഴ്സാണ് കൊടുത്തത്. നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ്. അത് റൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ഐഡിയ കിട്ടും. പിന്നെ ഇതിൽ ഉപയോഗിച്ച ടയേഴ്സ് എന്ന് പറഞ്ഞാൽ 100 സെക്ഷൻ TVSൻ്റെ യൂറോഗ്രപ്പ് ATT 625 എന്ന് പറഞ്ഞ ടയേഴ്സാണ് കൊടുത്തത്. കുഴപ്പമില്ലാത്ത ടയേഴ്സ്, അത്രമാത്രം പെർഫോമൻസ് ഓറിയൻറ്റഡ് ടയേഴ്സ് അല്ല. പിന്നത്തെ മേജർ ചേഞ്ച് ദേ ഈ കാണുന്ന കേട്ടോ, അതിൻ്റെ നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതേ കണ്ട കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ഈ ഒരു മോഡ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യുന്ന ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ N250 വരുന്ന പോലെ ട്രാക്ഷൻ കൺട്രോളില്ല, അതുപോലെ ABS മോഡ്സ് ഒന്നുമില്ല. പിന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒളിപ്പിച്ചിട്ട് ഒരു USB തുറക്കാൻ പാടാണല്ലോ. കണ്ട ഇടയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണ്ടോ ഒരു USB ചാർജിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, സെറ്റപ്പൊക്കെ കൊള്ളാം. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ആണ്. എർഗണോമിക്സ് മുമ്പ് ഞാൻ വേറെ സംഭവം കൂടി എൻജിൻ സൈഡും കൂടി പറയാം കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിം, ഇതിൻ്റെ ഷാസി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ പെരിമീറ്റർ ഫ്രെയിം. കണ്ട സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് 2 ബീംസ് ഓപ്പോസിറ്റ് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലൂടെ എഞ്ചിന് ചുറ്റും ദേ സ്വിംഗ് ആം പിവറ്റ് വരെ ഒരു ബീമാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ പെരിമീറ്റർ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റീൽ പ്രസ്ഡ് പെരിമീറ്റർ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. KTMസിലൊക്കെ സ്റ്റീൽ ട്രെലിസ് ഫ്രെയിം ആണ് കേട്ടോ. അതിൻ്റെ 2 ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. എഞ്ചിൻ ഡ്യൂക്ക് 200 സിമിലർ ആയിട്ടുള്ള എഞ്ചിനാണ്. 199.5 cc ആണ്. ലിക്വിഡ് കൂളർ. അതിൻ്റെ റേഡിയേറ്റർ കാണുന്നു, അതിൻ്റെ കൂളൻ്റ് കാണാൻ പറ്റും. പിന്നെ കണ്ടില്ലേ, ആ പണ്ട് മുതൽ 2012 മുതൽ ഫേമസ് ആക്കിയ DTSI ഡിജിറ്റൽ ട്രിപ്പിൾ സ്പാർക്ക് ഇഗ്നിഷൻ. ട്വിൻ സ്പാർക്കല്ല, ട്രിപ്പിൾ സ്പാർക്കാണ്. കണ്ട 3 സ്പാർക്കുകളുണ്ട്. ഈ സൈഡിൽ ഒന്നുണ്ട്, അപ്പുറത്തുണ്ട്, സെൻറ്ററിൽ 1 കൊടുത്തിട്ടുണ്ട്. 3 സ്പാർക്കിലൊക്കെ കൊടുത്ത് ബെറ്റർ കമ്പഷൻ വേണ്ടിയ കൂടുതൽ ഫ്യൂൽ പ്രോപ്പർലി കമ്പഷൻ ചെയ്യാൻ, കൂടുതൽ പവർ ഉണ്ടാക്കാൻ, കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ബജാജ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ ഡോമിനാറിന്ന് ഇവർ ട്രിപ്പിൾ സ്പാർക്ക് മാറ്റി കേട്ടോ. സിംഗിൾ സ്പാർക്കിലോട്ട് അവർ മാറ്റി, ബാക്കി ഈ ഹോൾസൊക്കെ ഇവിടെ അടച്ച് കളഞ്ഞായിരുന്നു. അങ്ങനത്തെ ഒരു ചേഞ്ച് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു എഞ്ചിൻ ഗാർഡ് പോലെ ബെല്ലി പാം പോലെയൊക്കെ സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടർനീത്ത് ഒന്നുമില്ല, എക്സോസ്റ്റ് റൂട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർനീത്ത് എഞ്ചിന് ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റിനോട് ഞാൻ പിന്നെ കേൾപ്പിച്ചാൽ. പിന്നെ അതേ സ്വിങ് ഒരു സാധാരണ ബോക്സ് ടൈപ്പ്, വലിയ ഫാൻസി ഒന്നുമല്ല. മറ്റേ KTMലൊക്കെ ഒന്ന് അലൂമിനിയം ടൈപ്പ് ആയിട്ടുള്ള കാസ്റ്റ് അലൂമിനിയം ആയിട്ടുള്ള അടിപൊളി ഡിസൈനിലായിട്ടുള്ള സ്വിങ് ആമാണ്. R15ലൊക്കെ ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് കൊടുത്തത്. പക്ഷേ ഇതൊരു നോർമൽ ബോക്സ് ടൈപ്പാണ് കൊടുത്തത്. സസ്പെൻഷൻ പഴയ പോലെ ആ 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്, പ്രീലോഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് അബ്സോർബർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എൻഡ്യൂറൻസ് ആണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അത്രയൊക്കെ സെറ്റപ്പൊക്കെ ഉള്ളൂ. റിയർ 230 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. അതും പെറ്റലല്ല. ഗ്രൈമെക്കയുടെ ബ്രേക്ക് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത് അഡ്ജസ്റ്റ് ഉണ്ട്, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പഴയ ടൈപ്പ് സെറ്റപ്പ് ചെയ്ത പണ്ട് മുതലാണ് കണ്ടുവരുന്ന അഡ്ജസ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് എപ്പോഴും പ്രോപ്പർലി ഫൈൻ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. ഈ സാധനം എളുപ്പമാണ്, പക്ഷേ എന്നാലും പെർഫെക്ഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ബ്ലോക്സ് ആയിരുന്നെങ്കിൽ KTMലൊക്കെ കൊടുത്തിരിക്കുന്നത് കുറച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് സ്വന്തമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ല, ഇത് ഭയങ്കര ഒരു അത്ര അറ്റൻഷൻ, ഒരു അത്രമാത്രം ഒരു പ്രിസൈസ് ആയിട്ടുള്ള അഡ്ജസ്റ്ററല്ല കൊടുത്തിരിക്കുന്നത്. സോ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ. കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റിൻ്റെ സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിലാണ്. അടിപൊളി സാധനം. കണ്ട ഒരു മെക്കാനിക് ഓഫറും കൂടി ഉണ്ട്. അണ്ടർ ക്യാപ്പ് ഇത്രയും മാത്രം ക്യാഷ് പോയിൻറ്റ്, ഒരു ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് 10W50 ആണ്. കമ്പനി മാനുഫാക്ചർ റെക്കമെൻഡ് 15W50 ആണ്. ഞാൻ 10W50 ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോൾഡ് സ്റ്റാർട്ടിലൊക്കെ കുറച്ചുകൂടി തിന്നർ ഓയിലായിരിക്കും. പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് പല ക്യാം ലോബ്സിലാണെങ്കിൽ പെട്ടെന്നൊക്കെ എത്തി കുറച്ചുകൂടി ബെറ്റർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് 10W50 ഉപയോഗിക്കുന്നത്. KTMലാണെങ്കിൽ 10W50 ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിലാണ് ഞാൻ 10W50 ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ അണ്ടർ വാറണ്ടി ആണെങ്കിൽ നിങ്ങൾ മാനുഫാക്ചർ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഗ്രേഡും അതേപോലെ ഓയിൽ യൂസ് ചെയ്യുക. ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ നിങ്ങൾ ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളി എഞ്ചിൻ ഓയിലാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എഞ്ചിൻ്റെ ഹാർഷ്നെസ് കുറച്ചുകൂടി സ്മൂത്ത് ആകും, കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറയും, കുറച്ചുകൂടി ബെറ്റർ
എന്താ പറയുക ഒരു ഹാപ്പിയർ എഞ്ചിൻ്റെ ഫീലിംഗ് ആകട്ടെ. ഇത് നമ്മുടെ ചാനൽ സ്പോൺസറും കൂടിയ കാസ്ട്രോ. സോ എന്താ പറയുക ഡു സപ്പോർട്ട് ദ ബ്രാൻഡ്സ് ദാറ്റ് സപ്പോർട്ട് ദ ചാനൽ. പിന്നെ ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷോക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു ടൈപ്പ് മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കണ്ടില്ലേ. പിന്നെ ഈ അലോയ്സ് വെയിറ്റ് കുറച്ച് ഏകദേശം 1 kg കുറച്ച് അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് കുറഞ്ഞ അലോയ്സാണ് ഇതിൽ കൊടുത്തിരിക്കുക. കമ്പയർഡ് ടു ദ ഫസ്റ്റ് ജനറേഷൻ NS വെയിറ്റ് കുറഞ്ഞ അലോയ്സാണ്. പിന്നെ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ നമ്പർ പ്ലേറ്റ് ഹോൾഡർ കണ്ടില്ലേ, പഴയ ആർട്ട് LED സെറ്റപ്പാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ എനിക്കുണ്ടായിരുന്നു. NS BS3 NS 200 ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മകളാണ് വരുന്നത്. പണ്ട് അത് ചെറിയ റെഡ് ആയിരുന്നു, ഇതിപ്പോൾ ഭയങ്കര പ്ലെയിൻ ബ്ലാക്ക് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ എർഗണോമിക്സ് ഇരിക്കുന്ന മുമ്പ് ഞാൻ വേറെ സംഭവം കളിച്ചാൽ സീറ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് നാരോ ആക്കി കൊടുത്തിട്ടുണ്ട്, ഇവിടെ വൈഡർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീറ്റ് കവർ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഗ്രിപ്പിയാണ്, പക്ഷേ എന്നാൽ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു തരം സീറ്റ് കവറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ സീറ്റ് കവർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചീപ്പ് മോട്ടോർ സൈക്കിൾ പോലെ തോന്നും കേട്ടോ. ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 805 mm ആണ്. ഇത് ശരിക്കും മിക്കവർക്കും ഫ്ലാറ്റ് ഫുട്ടിൻ്റെ, പക്ഷേ ഇതിൻ്റെ ഈ സൈഡത്തെ കൗൾസ് കുറച്ച് പ്രൊട്രൂഡിങ് ആണ്. അപ്പോൾ കാല് കുറച്ചും കൂടി വൈഡർ ആക്കി വെക്കണം. അപ്പം ഇതുകൊണ്ട് മിക്കവർക്ക് ഇത് കുറച്ച് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ 5'8" എനിക്കിത് ഈസിലി കണ്ടു. ചെറിയൊരു ബെൻഡ് ഇൻ ദ നീസ് ഉണ്ട്, എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചിലവർക്ക് ഇത് കുറച്ച് ഷോർട്ടർ റൈഡേഴ്സാണ് കുറച്ച് ബുദ്ധിമുട്ടായി ഈ വണ്ടി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വേണ്ടി. ഇതിന് ഏകദേശം 158 kg വരുന്നുള്ളൂ. ലൈറ്റ് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അക്രമം കാണിക്കാൻ വേണ്ടി ഹൈ റവിങ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്ന. അടിപൊളിയാണ്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് ലിക്വിഡ് കൂൾഡാണ്, ട്രിപ്പിൾ സ്പാർക്കാണ്, 199.5 cc സിംഗിൾ സിലിണ്ടർ, മേക്കിംഗ് 24.5 PS at 9750 RPM. ഇതിൻ്റെ 10,000 RPM ലിമിറ്റുള്ള. അതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇത് പീക്ക് പവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതുപോലെ ക്ലോസ് ടു 18 Nm ഓഫ് ടോർക്ക് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇതിൻ്റെ മഡ് ഗാർഡിൽ വരെ ഒരു കാം ഫൈബർ, ഒറിജിനൽ കാം ഫൈബർ അല്ല, ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്ത രീതി കുറച്ചൊരു ഒരു ചീപ്പ് മോട്ടോർ സൈക്കിൾ കൊടുത്തിരിക്കുന്ന സെറ്റപ്പിലാണ് അതിൻ്റെ സെൻസർ സെറ്റപ്പും അതിൻ്റെ ആ ബോൾട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി കണ്ടില്ല. കുറച്ചൊരു ബെറ്റർ രീതിയിൽ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അതൊന്നും ബജാജ് ചെയ്തില്ല. പിന്നെ 6 speed ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്ന. നല്ല സ്മൂത്ത് ഗിയർ ബോക്സാണ് കൊടുത്തത്. മറ്റേ ജാപ്പനീസ് ലെവൽ അത്രയും സ്ലിക്കല്ല, ഈ KTM പോലെ അത്ര ഷാർപ്നെസ് ഒന്നുമല്ല. പക്ഷേ എന്നാലും ഇത് സ്മൂത്താണ്. ഫോൾസ് ന്യൂട്രൽസ് ഇടയ്ക്കൊക്കെ കുറച്ച് അഗ്രസീവായി ഓടിച്ച് ചിലപ്പോൾ വീഴാറുണ്ട്. പക്ഷേ എന്നാലും റിലയബിൾ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ കണ്ടില്ലേ, ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ പഴയ ജനറേഷൻ NS എന്ന് പറഞ്ഞാൽ, പഴയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ആൻഡ് ടിൽ 2018-19 വരെ അത് കാർബറേറ്റർ ആയിരുന്നു. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയി, കാർബറേറ്റർ എടുത്ത് മാറ്റി ഇപ്പോൾ ത്രോട്ടിൽ ബോഡിയാണ് കൊടുത്തത്. ECU ആണ് ഇതിൻ്റെ ഇഗ്നിഷനും ഫ്യൂലിങ്ങും കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. സെറ്റപ്പ്. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റിനോട് മുന്നേ ഞാൻ കേൾപ്പിച്ചത്. ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ഗ്രിപ്സൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റി ഗ്രിപ്സാണ്. ഇതിൻ്റെ റബ്ബേഴ്സ് പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചൊക്കെ ലോ ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ആ സാധനങ്ങളൊക്കെ ബട്ടൺസൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രീമിയം അല്ല. ഇത്രയും കോസ്റ്റ് കൊടുത്ത് മേടിക്കുന്നൊരു വണ്ടിക്ക് എന്താ പറയുക, അത്രമാത്രം പ്രീമിയംനെസ്സിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക്സാണ് ഉപയോഗിച്ചത്. പഴയത് വീണ്ടും ബെറ്റർ ആണെന്ന് തോന്നി. ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ കുറച്ച് മോശം ക്വാളിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ സ്വിച്ചസൊക്കെ ബാക്ക് ലിറ്റാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കാണുന്നത് എല്ലാ സാധനം ബ്ലൂവിൽ. പണ്ടേ അങ്ങനെയായിരുന്നു, കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ്. പണ്ട് മുതലേ പൾസർ 200 അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. മിക്കുള്ള ഡൗട്ടാണ് ഇത് വെള്ളത്തിൽ കൂടി പോകുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ എന്നാലും ഇത്രയും ഹൈറ്റ് എയർ ബോക്സ് ലെവൽ വരെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന, ഒരു പേടിയും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന അത്രമാത്രം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. ഓഫായി കഴിഞ്ഞാൽ പണിയാണ്. പക്ഷേ അതിന് മുമ്പ് ഓഫാകാണ്ട് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അത്രമാത്രം ഞാൻ കൊണ്ട് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. അത്രയും മാത്രം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് ബജാജ് 200 NS. കുറച്ചൊക്കെ ഹയർ റെവ്സ് എത്തുമ്പോഴേക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്, ഈ ഫുഡ് പെഗ്സ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാറൻസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ റിട്ടേൺ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത് നോക്കുക. അത് ഭയങ്കര ഡിഫറെൻറ്റ് കളറിലാണ് കൊടുത്തിരിക്കുക. അതും കൂടി ഒരു ബ്ലാക്ക് കളറിലൊക്കെ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊക്കെയാണ് ജസ്റ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറച്ചുകൂടി കൊടുക്കുക. കുറച്ചുകൂടി ബെറ്റർ പ്രീമിയം ബിൽഡ് ഓവർ ദീസ്. ഇപ്പോൾ ഏകദേശം 12 years ആയില്ലേ, കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഇൻപുട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ചെക്ക് ചെയ്യാമായിരുന്നു ബജാജിന്.
സോ ഗൈസ് നമ്മൾ എല്ലാ കാര്യം പറഞ്ഞ് കവർ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസിങ് ആണ്. ലിക്വിഡ് കൂൾ ഹൈ റെവിങ് സിംഗിൾ സിലിണ്ടർ 200cc മോൺസ്റ്റർ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 1.58 lakhs ഷോറൂമാണ്. അക്രമ പ്രൈസിങ് ആണ് ഇപ്പോഴും. പണ്ടേ വാല്യൂ ഫോർ മണിയാണ്, ഇപ്പോഴും വാല്യൂ ഫോർ മണിയാണ്. എങ്ങനെയുണ്ട് സാധനം? നമുക്കൊരു റൈഡ് പോകാം. ഞാനൊരു NS 200 ഓണറായിരുന്നു. 2012 മോഡൽ BS3 ഓണറാണ് ആയിരുന്നു, കൊടുത്തായിരുന്നു. സാഡ്ലി എനിക്ക് ആ വണ്ടി കൊടുക്കേണ്ടി വന്നായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി തിരിച്ചു ഓടിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കുറേ മാറ്റങ്ങളുണ്ട്, കുറേ ചേഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് നൗ ദ പെർഫെക്റ്റ് NS. ആ പഴയ റോ പവറില്ല, പക്ഷേ ഞാൻ എങ്ങനെയാണ് NS ആഗ്രഹിച്ചത് അതാണ് ഈ വേർഷൻ. റോ പവർ ഇറ്റ്സ് ഗുഡ്, നല്ല ഫീലിംഗ് ആണ്. പക്ഷേ എവറി ഡേ യൂസ് ചെയ്യുമ്പോൾ ആ പവർ നമുക്ക് എപ്പോഴും നമ്മൾ ഹൈവേ പോയി ഡ്രാഗോ അല്ലെങ്കിൽ റേസ് ട്രാക്കിൽ പോയി ഓടിക്കുകയോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എവറി ഡേ കംഫർട്ടിന് ചില്ല് ചെയ്ത് ഓടിച്ച കാഴ്ചകളൊക്കെ കണ്ട് ഓടിക്കുന്ന വണ്ടിയാണ്. ഒരു പോയിൻ്റ് A ടു പോയിൻ്റ് B വൈൽ ഹാവിങ് ഫൺ, സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യേണ്ട ഒരു മോട്ടോർ സൈക്കിളാണ് ദ NS 200 ഇൻ മൈ ഒപ്പീനിയൻ. ഇപ്പോൾ പൾസർ സീരീസ് എന്ന് പറഞ്ഞാൽ പൾസർ ക്ലാസിക്സ് ഉണ്ട്, അവിടെ P150, പൾസർ 220, അതൊക്കെ അവിടെ ക്ലാസിക് വണ്ടികളാണ്. പിന്നെ പുതിയ ഇറങ്ങിയ ഒരു മിക്സ് ബ്രീഡ് ഉണ്ട്, ലോ എൻഡ് മിഡ് എൻഡ് ടോർക്കൊക്കെ വന്ന് എന്നാലും കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള N250, N160 ആ റേഞ്ച് ഓഫ് മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. ഇതാണ് പൾസറിൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫോർ പെർഫോമൻസിന് വേണ്ടിയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഹൈ ഹോഴ്സ് പവർ, ഹൈ RPM, ഹൈ റെവിങ് ആയിട്ടുള്ള ലവ് ടു ബി റെവ്ഡ് എൻജിൻ. അതാണ് ഈ പൾസർ NS കേട്ടോ. പുതിയ NS വരുന്നുണ്ട്, NS 400 May 3rd ലോഞ്ച്. അക്രമ വണ്ടികളായിക്കോട്ടെ, ഞാൻ പ്രതീക്ഷിച്ച ഡോമിനാൻ്റ് എഞ്ചിനൊക്കെയും. പക്ഷേ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, NS 200 2024 ഓടിച്ചിട്ട് എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രമാത്രം സ്മൂത്തായി വണ്ടി, അത്രയും ബട്ടറി സ്മൂത്തായി, ഗിയർ ബോക്സ് സ്മൂത്തറായി, ത്രോട്ടിലൊക്കെ വളരെ റെസ്പോൺസീവായി. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയി മോട്ടോർ സൈക്കിൾ, ട്രിപ്പിൾ സ്പാർക്ക് തന്നെയാണ്, 3 സ്പാർക്ക് പ്ലഗാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഡ്യൂക്ക് 200 എഞ്ചിൻ D2 ചെയ്ത് അതിന് ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് കൊടുത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ടായത്. ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ജനറേഷനിലൊക്കെ BS3 2012, 16, 17 വരെ അത് കാർബറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് ട്യൂൺ ആയിരുന്നു, കുറച്ചൊക്കെ മോഡ് ചെയ്ത് കുറച്ചുകൂടി എക്സ്ട്രാ പവറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഓവർ ദ ടൈം ആ കാർബറേറ്ററിന് കുറേ ഇഷ്യൂസൊക്കെ വരാറുണ്ടായിരുന്നു. അതിൻ്റെ അതിൻ്റെ വാക്യൂം പിസ്റ്റന് കംപ്ലയിൻറ്റ്സ് വരാറുണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ വിത്ത് ലേറ്റർ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു, 2015 മോഡൽസൊക്കെ ഉണ്ടായി. എൻ്റെ മോഡലിൽ വലിയ പണികളൊന്നും ഉണ്ടായി, ഞാൻ പ്രോപ്പർലി മെയിൻറ്റെയിൻ ആയതുകൊണ്ട് അടിപൊളി പവർ, അടിപൊളി ഫ്യൂൽ എക്കോണമി അറ്റ് വാല്യൂ ഫോർ മണി പ്രൈസിങ്ങിലായിരുന്നു വണ്ടി വന്നത്. അതാണ് ഹൈലൈറ്റ്. NS 200 അതായിരുന്നു. എക്സോസിനോട് കേട്ടോ, എയർ ഇൻടേക്ക് ഞാൻ പറഞ്ഞു, ഈ പൾസേഴ്സിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർ ഇൻടേക്ക് ശബ്ദം കൂടിയുണ്ട്. അതതിൻ്റെ ക്യാരക്ടറാണ്. എന്ത് രസം, എന്ത് സ്മൂത്തായി വണ്ടി. ബ്രേക്സും ബെറ്ററായി. ഇപ്പോൾ 300 mm ഡിസ്ക് റോട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് 300 ആയിരുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമൻറ്റ് പറയുക. ഇപ്പോൾ ഗ്രൈമക്കയുടെ കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്ന അടിപൊളി സെറ്റപ്പാണ്. കുറച്ചും കൂടി സ്മൂത്തറായിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്ന. ഐ എം എൻജോയിങ് ദിസ് മോട്ടോർ സൈക്കിൾ. ബ്രേക്സും കൊള്ളാം. ഇപ്പോൾ ഏറ്റവും വലിയ ചേഞ്ച് ഞാൻ പറയില്ല, അപ്സൈഡ് ഡൗൺ ഫോക്സായി. അപ്സൈഡ് ഡൗൺ ഫോക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കുന്നത് ആ ഫ്രണ്ട് ആൻഡ് ഡൈവൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾഡായി. മാത്രമല്ല നല്ല ഫീഡ്ബാക്കാണ് തരുന്നത്. ടയേഴ്സ് 100 സെക്ഷനും 130 സെക്ഷനാണ്. കുറച്ചൊരു ബെറ്റർ ടയേഴ്സ് കൊടുക്കാമായിരുന്നു NSന്. മറ്റേ N250ക്ക് ബിഗർ ടയേഴ്സാണ് കൊടുക്കുന്നത്, അതേപോലെ ബിഗർ ടയേഴ്സ് NSന് കൊടുക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഞാൻ ഇത് വെച്ച് ട്രാക്കൊക്കെ ഓടിച്ച വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ അന്നത്തെ ടയേഴ്സൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ 12 years ബാക്ക് എനിക്കറിയില്ലായിരുന്നു ഈ ടയേഴ്സാണ് ഈ വണ്ടീനെ ഇത്രയും മോശം ഹാൻഡിലിംഗ് ആക്കുന്നതെന്ന്. ആ ടൈം ഞാൻ ഡ്യൂക്ക് 390 ഓടിക്കുമ്പോൾ എന്ത് പെട ഹാൻഡ്ലിങ്, എന്ത് അടിപൊളി ഗ്രിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് കോൺഫിഡൻസ് ആ വണ്ടി തരുന്നത്. അത് കാരണം അത് വന്ന ആ ടൈമിൽ വന്നേക്കാൻ മെറ്റ്സിലെ W റേറ്റഡ് ടയേഴ്സാണ്, ജർമ്മനിയിൽ നിന്ന് വന്ന ടയേഴ്സായിരുന്നു ആ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഇതിന് കൊടുത്തിരുന്ന TVSൻ്റെ യൂറോ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ടയേഴ്സാണ്, യൂറോ സ്ലിപ്പ് എന്നായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ തന്നെ. മോശമായിട്ടുള്ള ടയേഴ്സായിരുന്നു. അതിലൊക്കെ ഒരു കോണെടുത്ത് ഞാൻ കുറേ വീണിട്ടുണ്ട് ആ വണ്ടിയിൽ, പാവൻ്റെ NS. പക്ഷേ എന്നാലും അത് ഏകദേശം 1 lakh ഏകദേശം കിലോമീറ്റർ ഓടിയ വണ്ടി. അത്രയും കിലോമീറ്റർ ഞാൻ ട്രാവലിംഗ് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ്. സോ കമ്മിങ് ബാക്ക് ടു ഞാൻ പറയാം, കുറച്ചൊരു നൊസ്റ്റാൾജി ആയിപ്പോയി ഈ വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് സസ്പെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രേക്സ് ആർ എക്സലൻറ്റ് കേട്ടോ, കൊള്ളാം. നല്ല ഫീഡിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഡുവൽ ചാനൽ ABS ആയി. ആ ടൈമിൽ ABS ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്.
സോ ഇപ്പോൾ ഡുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ റോ ഔട്ട് പഞ്ചില്ല, ആ പവർ ഇല്ല വണ്ടിക്ക്. പഴയ BS3യുടെ ആ ഗ്രണ്ട്, ആ അഗ്രഷൻ നഷ്ടപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ഫുൾ ത്രൂ ഔട്ട് സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് 24.5 PS ഓഫ് പവർ അറ്റ് എത്ര 9750 RPM. അതിൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ അത്ര ഹൈ RPM-ത്തിലാണ് ആ പീക്ക് പവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. RPM കയറും തോറും വൈബ്രേഷൻ വരുന്നുണ്ട്. അത് പഴയ ജനറേഷൻ ഉണ്ടായതാ. ഈ സിംഗിൾ സെല്ലിൻ്റെ ഹൈ റവിങ് ഹൈ കംപ്രഷൻ എൻജിനല്ലേ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ ഇത് ഓടിച്ചോടിച്ച് പെട്ടെന്ന് ആ നൊസ്റ്റാൾജിയയിലോട്ട് അങ്ങോട്ട് കയറിപ്പോയതാണ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അപ്സൈഡ് ഡൗൺ ഫോക്സ് വന്നു. കൊള്ളാം, നല്ല ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് ഫീഡ്ബാക്ക് തരുന്ന. സോ അതാണ് കേട്ടോ ഈ അപ്സൈഡ് ഡൗൺ ഫോക്സ് എന്നൊരു ബെറ്റർ റിജിഡിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്നർ ട്യൂബ് താഴെയാണ് കൊടുത്തിരിക്കുക, കണക്റ്റഡ് ടു ദ വീലാണ്. അപ്പോൾ ഈ വീല് കുറേ ചെറിയ ബംസിൽ എന്തെങ്കിലും കയറുകയാണെങ്കിൽ ആ ഫീഡ്ബാക്ക് നമുക്ക് കൈ കിട്ടും. ഇതൊരു കംഫർട്ടബിൾ എക്സ്പീരിയൻസ് അല്ല. ഇത് ശരിക്കും റേസ് ട്രാക്ക് അത്രമാത്രം ഫീഡ്ബാക്ക്, റൈഡേഴ്സിന് ഫീഡ്ബാക്ക്. ഇപ്പോൾ നമ്മൾ ടയർ കോർണർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പാച്ചിൽ കയറിയോ എന്തെങ്കിലും സർഫസിൽ കൂടി കയറിയോ ആ കറക്റ്റ് ഇൻഫർമേഷൻ റൈഡറിൻ്റെ കൈ കിട്ടാൻ വേണ്ടി അടിപൊളിയാണ് അപ്സൈഡ് ഡൗൺ ഫോക്ക് കേട്ടോ. ആ ഡാറ്റയെ തരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു പേയ്മെൻറ്റ് മാറി കയറി ആ ഫീഡ്ബാക്ക് എൻ്റെ ഈ കൈ തരുന്നുണ്ട്. മനസ്സിലായോ? അതാണ് അപ്സൈഡ് ഡൗൺ ഫോക്സിൻ്റെ അഡ്വാൻറ്റേജ്. അത് സിറ്റിയിലോ ഹൈവേയിലോ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അക്രമം കാണിച്ച് ഓടിക്കുമ്പോൾ കോർണർ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ്, ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് തരുന്നത്. പഴയ NSന് ലാക്കിംഗ് ആയിട്ടൊരു സാധനം ഇന്ന് ഈ ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ്. കോർണറൊക്കെ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിലായിട്ടോ റേസ് ട്രാക്കിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻസ് ഇല്ല. അവിടെയാണ് ഡ്യൂക്ക് 200 ഡ്യൂക്ക് 390 ഒക്കെ ഭയങ്കരമായിട്ട്. അതിന് ശരിക്കും കമ്പയർഡ് ടു ഒരു ഫേഡ് മോട്ടോർ സൈക്കിൾ നോക്കുമ്പോൾ അത്രമാത്രം ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് ഇല്ല കേട്ടോ. പക്ഷേ എന്നാൽ കമ്പയർഡ് ടു NS അതിന് മച്ച് ബെറ്റർ ആയിരുന്നു. ഞാൻ 100 ഞാൻ പറയില്ല, ഇത് 120 ഒക്കെ എത്തണമെങ്കിൽ ഭയങ്കര സ്ട്രെയിനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓവർ ദ ഇയേഴ്സ് ഇത് BS6 എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെയിനാണ് ഇപ്പോൾ എഞ്ചിനിൽ ഫീൽ ചെയ്യുന്നത്. പഴയ ആ പവർ പാക്ഡ് എഞ്ചിനല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ അബവ് 6000 RPM എന്ന് പറഞ്ഞാൽ വണ്ടി വലിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പഴയ BS3 ഓണേഴ്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നിങ്ങൾ രണ്ട് വണ്ടി മാറി മാറി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആ വണ്ടി ഓടിക്കാൻ എൻ്റെ പഴയ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ടൈം റൈഡ് ചെയ്തപ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇത് വെച്ച് ഓടിക്കുമ്പോൾ ആ പഞ്ച് പഴയ പഞ്ചില്ല, ആ റോണസ് ഇല്ല, അഗ്രഷൻ ഇല്ല, സ്മൂത്തറായി കാമായി. നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദ NS200 അടിപൊളി ഓപ്ഷനായിട്ട്. ഗുഡ് ഫ്യൂൽ എക്കോണമി, പാർട്സ് അവൈലബിലിറ്റി ഉണ്ട്, പാർട്സ് അഫോർഡബിൾ ആണ്, ഗ്രേറ്റ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു നല്ല ഗിയർ ബോക്സ്, ഒരു ഹൈ റവിങ് എൻജിനാണ്, പെരിമീറ്റർ ഫ്രെയിമാണ് കിട്ടുന്ന, എല്ലാം ഉണ്ട്. ആൻഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്, ട്രിപ്പിൾ സ്പാർക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡുവൽ ചാനൽ ABS സേഫ്റ്റി ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. ആ കാലത്ത് 2012 ഇത് അമേസിങ് ഡീലായിരുന്നു. ഇപ്പോഴും ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടോർ സൈക്കിൾ. സോ ഇത് സോറി ഗൈസ്, ഈ റിവ്യൂവിൽ കുറച്ച് എൻ്റെ ഇമോഷൻസ് ഇതൊക്കെ കയറി വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടോർ സൈക്കിൾ. പിന്നെ പുതിയ ഡിസ്പ്ലേ കണ്ടില്ലേ? പക്ഷേ ഐ മിസ് ദാറ്റ് ടാക്കോമീറ്റർ. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ നോക്കണം, ഇവിടെ RPM ബ്ലിങ്ക് ചെയ്യണം, അവർ വെയിറ്റ് ചെയ്യണ്ടേ. 6th ഗിയർ 6000 RPM 90 kmph. അതിൽ ട്രാവൽ ചെയ്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന. ക്ലോസ് ടു 45-50. 40 to 50യുടെ ഇടയിൽ. ഞാൻ 50 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കും. ഏകദേശം എത്ര കിട്ടും? പണ്ട് എനിക്ക് ഓർമ്മയിൽ നല്ല ഫ്യൂൽ എക്കോണമിയായിരുന്നു NS200 കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. നിങ്ങൾ NS200 ഓണേഴ്സ് ആണെങ്കിൽ, FI ഓണേഴ്സ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്യൂൽ എക്കോണമി എത്രയായിരുന്നു മര്യാദക്ക് ഓടിച്ചാൽ. NS200 വളരെ സ്പോർട്ടി പ്ലേസ് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ ആയിരുന്നു പണ്ട് വീക്സ്. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഇമ്പ്രൂവ് ആയി, പക്ഷേ റിയർ ഇപ്പോഴും അത്രമാത്രം സെറ്റായിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് വെയിറ്റ് ഉള്ളവരൊക്കെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ബോട്ടം ഔട്ട് ആവും. അത് പറഞ്ഞില്ല, അത് കംഫർട്ട് സിറ്റി റൈഡിങ്ങിന് വേണ്ടി കൊടുത്തൊരു റിയർ ഷോക്കും ബാക്കി വണ്ടിയുടെ ഫ്രെയിമും ഇതൊക്കെ ഇറ്റ്സ് ഗുഡ് ഫോർ ഹാൻഡ്ലിംഗ് ആക്കി കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഒരു കോംപ്രമൈസ് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചെയ്താന്ന് ഒരു ഫീലിംഗ് ഉണ്ട്. സോ നിങ്ങളൊരു ഷോർട്ട് സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ, ഹൈ റെവിങ് ആയിട്ടുള്ള ഒരു അഫോർഡബിൾ മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ, ഗുഡ് ഫ്യൂൽ എക്കോണമിയുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. സേഫാണ്, മാത്രമല്ല സ്ലിപ്പർ ക്ലച്ചും കൊടുത്തിട്ടുണ്ട്.
കണ്ടില്ലേ, 2 ഗിയർ ഡൗൺ ചെയ്തപ്പോഴേക്കും റിയർ വീൽ ലോക്ക് ആകാണ്ട് നിന്നേക്കാം. പഴയ BS3 ആണെങ്കിൽ റിയർ വീൽ ലോക്ക് ചെയ്ത് കാട്ടിപ്പോവും. അടിപൊളി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ടോയെന്ന് അറിയില്ല, സ്ലിപ്പൊക്കെ വെച്ചാന്നേ പറഞ്ഞിട്ടുള്ളൂ, അറിയില്ല. പക്ഷേ ക്ലച്ച് ലെവർ ഭയങ്കര ലൈറ്റാണ്, കണ്ടില്ലേ. നിങ്ങൾക്ക് സിറ്റി യൂസിലാണെങ്കിലും വളരെ ഈസായിട്ട് ഓടിക്കാൻ പറ്റുന്ന വൺ മോട്ടോർ സൈക്കിൾ ഫോർ എവറിത്തിങ്. ഈവൻ യു ക്യാൻ റൈഡ് ട്രാക്ക് വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് ട്രാക്കിൽ വരെ ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ NS200 നമ്മൾ ഈ അക്രമമൊക്കെ തുടങ്ങി കേട്ടോ. സോ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ, സോ അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ പറയുക, ഇറ്റ്സ് ഗുഡ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ദ പാർട്സ് ഇസ് വെരി, എന്താ പറയുക, അഫോർഡബിൾ ആണ്. ഞാൻ KTM മാറിയപ്പോഴാണ് ഈ ബജാജ് എത്ര വാല്യൂ ഫോർ മണി ആയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും KTM പാർട്സ് ആർ മച്ച് എക്സ്പെൻസീവ്. സെയിം കമ്പനിയാണ് ഉണ്ടാക്കുന്ന, ബജാജിന് 2ൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന, പക്ഷേ ആ ബ്രാൻഡിങ് ചിഹ്നം മാറുമ്പോഴേക്കുള്ള വ്യത്യാസമാണ്. ഇതിൻ്റെ ഡൗൺ സൈഡ്സ് പറയുവാണെങ്കിൽ ഇതിൻ്റെ ആ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ്, ആ ലെസ് പ്രീമിയം, അതുപോലെ കുറച്ച് ചീപ്പ് കോമ്പോണൻസ്. ഈ ആക്സിലൊക്കെ കണ്ടില്ലേ, ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്, കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ആ ലാക്ക് ഓഫ് ക്വാളിറ്റി ചെക്ക്, ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, ആ പ്രീമിയംനെസ് ഇല്ലാത്ത കുറച്ച് പ്രശ്നങ്ങളാണ് വണ്ടി കാണുക. അത് തന്നെ ബ്യൂട്ടിഫുൾ മോട്ടോഴ്സ്, യാതൊരു ഹീറ്റിങ്ങും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 1.58 lakhs ഷോറൂമിന് ഇത് സ്റ്റീലാണ്.